ഇനി നമുക്ക് പ്രമേഹ രോഗികളുടെ പാർശ്വഫലങ്ങൾ, അതായത് നമ്മൾ ഒരു 10 വർഷത്തിന് മേളിൽ പ്രമേഹ രോഗികളായിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഇതൊരു തരം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇതിൻ്റെ സെൻസേഷന് ന്യൂറോപ്പതി ഉണ്ടാവാം, കണ്ണിനെ ബാധിക്കാം, കണ്ണിൻ്റെ കാഴ്ചനെ, റെറ്റിനോപ്പതി ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഓർഗൻസിനെയും ഇത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷുഗർ ഉള്ളവർക്ക് കണക്റ്റീവായിട്ട് എന്താ പറ്റാം, ബ്ലഡ് ഷുഗർ കൂടാം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരാം, പിന്നെ കാർഡിയാക് പ്രോബ്ലം ഉണ്ടാകാം. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ, അതായത് ഇതിൻ്റെ ഒരു പാർശ്വഫലങ്ങളാണ്. നമ്മുടെ ബോഡീനെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതിൻ്റെ ഒരു ഈ നമ്മളൊരു ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ കാലിനൊക്കെ ബ്ലഡ് ഓട്ടം കുറഞ്ഞു പോയിട്ട് നമുക്ക് അവിടെ നംനെസ് പോലെ വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഭാഗം കറുത്ത് ഇതായിപ്പോയി വെള്ളമൊക്കെ എടുത്ത് കളയേണ്ട സിറ്റുവേഷനൊക്കെ വരുന്ന സിറ്റുവേഷൻ വരും. പിന്നെ ഈ പറഞ്ഞ മുറിവ് വന്ന ഉണങ്ങാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഷുഗറായിട്ടുള്ള പേഷ്യൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴും അവരുടെ കാല് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക. നഖം നന്നായിട്ട് ഈ ഓരോ ടൈമും ഇടവിട്ട് നന്നായി നഖം വെട്ടുക. അതുപോലെ മുറിവുണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു 6 മാസം കൂടുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. എല്ലാം, അതായത് കണ്ണ്, നമ്മുടെ LFT RFT, അതുപോലെ തന്നെ കാർഡിയാക് സൈഡ് ECG, എല്ലാം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ന്യൂറോപ്പതിക്കായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് ഫുൾ ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചില അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് കിട്ടുന്ന ഏതാണോ ഷുഗറിൻ്റെ മരുന്ന് പണ്ടങ്ങാണ്ട് ഡോക്ടർ എഴുതിയ മരുന്നായിരിക്കും. ആ മരുന്ന് എന്ത് ചെയ്യും, ഇവർ മേടിച്ചുകൊണ്ടേയിരിക്കും. ഈ മരുന്ന് കൊണ്ട് അവർ അസുഖം, അതായത് ഇവരുടെ ഷുഗർ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ, കൂടുന്നുണ്ടോ, അവർക്ക് ഓക്കെ ആവുന്നുണ്ടോ, ഇതിൽ ഓക്കെ ആണോ എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന കൂടിയില്ല. ഇതിങ്ങനെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, അത് കിഡ്നിയിലേക്ക് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. പിന്നെ അവസാനം എന്തൊരു കിഡ്നി ഫെയിലർ ആയി കഴിയുമ്പോഴേക്കും ഡയാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത്, അതായത് ഷുഗറിൻ്റെ ഒരു പാർശ്വഫലത്തിൽ വരുന്നതാണ്. അവർക്ക് പിന്നെ എന്തു പറയും, ഈ റീനൽ ഫെയിലിയർ വന്നിട്ട് ഇത് വരുന്നത്, അത് നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കുക. ആ മരുന്ന് കഴിച്ചിട്ട് ഓരോ മാസവും പോയി ബ്ലഡിൻ്റെ HbA1c അതുപോലെ തന്നെ PPBS ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഈ മരുന്നുകൊണ്ട് എൻ്റെ അസുഖം മാറുന്നുണ്ടോ, ഓക്കെ ആണോ, എന്നിട്ട് അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് കറക്റ്റായിട്ട് ചിന്തിക്കുക. ഏത് സമയത്താണോ ഇൻസുലിൻ മാറ്റേണ്ട സിറ്റുവേഷൻ, അതായത് ഇൻസുലിൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻസുലിൻ എടുക്കണമെങ്കിൽ അത് ഓക്കെയാണ്. ചിലർക്ക് പേടിയാണ് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ കിഡ്നീനെ ബാധിക്കുന്നത്. പക്ഷേ കിഡ്നീനെ ബാധിക്കുകയൊന്നുമില്ല. ഏറ്റവും നല്ലത് ഈ പറഞ്ഞ മരുന്നിനേക്കാളും നല്ലത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ഓക്കെ ആകുന്നതെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ചിന്തിച്ച് അത് കറക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്ത് എല്ലാ മാസവും ഈ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ മരുന്ന് കൊണ്ട് ഓക്കെ ആണോ എന്നുള്ളത് നോക്കി കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോവുക. കറക്റ്റ് എല്ലാ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പം നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പും ചെയ്യുക.